പിറ്റേന്ന് രാവിലെ തന്നെ വേണിയും വീണയും പല്ലവിയും ബാംഗ്ലൂരിലേക്ക് പോയി. പോകുന്നതിന് മുന്നേ പല്ലവി ചന്തുവിനെ കാണാൻ വന്നിരുന്നു. ആ നിമിഷം അവളുടെ രണ്ട് കവളിലും ചന്തുവിന്റെ കൈ പതിഞ്ഞിരുന്നു. അതുപോലെ ചന്തുവിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഓമനയ്ക്കും ഭാർഗവനും സോമനും ആദിക്കും വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ മന്ത്രി സ്നേഹലത അന്വേഷിച്ചു വരുമെന്നും അത് തങ്ങൾക്ക് ആപത്താണ് എന്നും മനസ്സിലായതും ചന്തു എന്ന അധ്യായം അവർ അടച്ചുവെച്ചു. ദിവസങ്ങൾ പിന്നെയും നീങ്ങി. ചന്തുവിന്റെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞു. ഇപ്പോൾ സരോജിനിയും ഗിരിജയും ഒക്കെ ഓമനയുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല. അവരെ കാണുമ്പോൾ ഓമനയ്ക്ക് പരിഹാസവും പുച്ഛവുമാണ്. വേണിക്കും വീണയ്ക്കും ഇന്ദുവിനോടും അഭിരാമിയോടും ഇതേ മനോഭാവം തന്നെയായിരുന്നു. അവരെന്തെങ്കിലും ചോദിക്കാൻ പോയാൽ അവരെ കളിയാക്കിയും പരിഹസിച്ചും വേണിയും വീണയും രസിക്കും. ചന്തുവിനെ കാണുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ പുച്ഛമൊന്നുമില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയാണ്. അങ്ങനെ വേനൽ അവധിക്കാലം വന്നു. വാമനൂർ തറവാട്ടിൽ വിഷു ദിവസം എത്തി. അവിടെ ആദ്യം വേണിയും വീണയും ഉണ്ടായിരുന്നു. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ചന്തുവിന്റെ കണ്ണുകൾ പൊത്തി അവളെ കണി കാണിക്കാൻ കൊണ്ടുപോയത് നളിനിയായിരുന്നു. ഉണ്ണിക്കണ്ണനെ കണി കണ്ട് അവൾ ആ വർഷത്തെ വരവേറ്റു. നളിനി അവൾക്ക് ഒരു സെറ്റ് സാരിയാണ് വിഷു കൈനീട്ടമായി കൊടുത്തത്. പിന്നെ 1 രൂപയും. അതുപോലെ ജിത്തുവും ഇന്ദ്രനും അഭിയും ഹരിയും അവൾക്ക് കൈനീട്ടം നൽകി. ഓമന പിന്നെ ഇപ്രാവശ്യം എല്ലാവർക്കും 1000 രൂപയാണ് കൈനീട്ടം നൽകിയത്. അതും പുച്ഛത്തോടെ. അത് സരോജിനിക്കും ഗിരിജയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് അവരും 1000 രൂപ കൊടുത്തു. വിഷു ആയതുകൊണ്ട് ചന്തു മാളവിനെയും കൂട്ടി അമ്പലത്തിൽ തൊഴാൻ പോയി. നളിനി കൊടുത്ത സെറ്റ് സാരി ആയിരുന്നു അവൾ ഉടുത്തിരുന്നത്. മാളവിനെ കൂട്ടാൻ പോയപ്പോൾ സീത അവൾക്ക് 100 രൂപ കൈനീട്ടം കൊടുത്തു. അവിടെ ഇരുന്ന് കുറച്ചുനേരം സീതയോട് സംസാരിച്ചാണ് അവൾ പോയത്. ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിയുമ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന ഉണ്ണിയെ അവൾ കാണുന്നത്. അവൾ അവനെ നോക്കി ചിരിച്ചതും അമ്പലക്കുളത്തിലേക്ക് വരാൻ അവൻ കൈകൊണ്ട് കാണിച്ചു. ചെല്ലി ചെല്ലി, കാമുകൻ കാമുകിയെ കാണാൻ വിളിക്കുന്നുണ്ട്. ഉണ്ണി വിളിച്ചത് കേട്ട് ചന്തുവിന്റെ ചെവിയിൽ മാളു പതിയെ പറഞ്ഞു. എന്തൊക്കെയാ ചേച്ചി ഈ പറയണേ? മാളു പറഞ്ഞത് കേട്ട് ചന്തു ഞെട്ടിത്തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞങ്ങളൊന്നും കാണുന്നില്ല അറിയുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. കണ്ണും നോക്കുന്നു, കൈകോർത്ത് പിടിച്ച് മഴ കാണുന്നു. അത് കേട്ട് ചന്തു ചമ്മിയ മുഖത്തോടെ അവളെ നോക്കി. ചേച്ചി, അത് അങ്ങനെയൊന്നും അല്ല. ചന്തു എന്തോ പറഞ്ഞ് അവളെ എതിർക്കാൻ നോക്കി. എടി, പുള്ളിക്കാരെ ഇപ്പൊ കൺഫ്യൂഷനിലാണ്. അത് തീർത്തു കൊടുത്ത് സുഖമായി നിങ്ങൾക്ക് പ്രണയിച്ചുകൂടെ? മാളുവിന്റെ ചോദ്യം കേട്ടതും ചന്തു അവളെ ഒന്ന് നോക്കി. എന്തായാലും നീ പോയി കണ്ടിട്ട് വാ, ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, മാളു പറഞ്ഞു. ചേച്ചിയും വാ. അയ്യേ, നിങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പാവാനൊന്നും ഞാനില്ല. ഞാൻ പുറത്തു നിൽക്കാം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ തരാം. മാളു അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. അവൾ പോകുന്നതും ഒന്ന് നോക്കിക്കൊണ്ട് ചന്തു ഒരു നെടുവീർപ്പോടെ കുളപ്പടവിലേക്ക് നടന്നു. ഉണ്ണി അവളെയും കാത്ത് കുളപ്പടവിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ നടന്ന് അവന്റെ അടുത്തായി പോയി ഇരുന്നു. ശേഷം കാലുകൾ കുളത്തിലേക്ക് ഇറക്കി വെച്ച് ചെറിയ ചെറിയ മീനുകൾ അവളുടെ കാൽപാദത്തിന് ചുറ്റും നീന്തി. തെളിഞ്ഞ വെള്ളത്തിൽ അവളുടെ കാലിൽ കിടക്കുന്ന കൊലുസ് കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. ഉണ്ണി ഒരു നിമിഷം അവളുടെ കാലിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഉണ്ണിയേട്ട എന്തിനാ വിളിച്ചേ? പെട്ടെന്ന് ചന്തു മുഖം തിരിച്ച് അവനോടായി ചോദിച്ചു. വെറുതെ. വിഷുവായിട്ട് നീ അങ്ങോട്ട് വരുന്നില്ലേ? അവൻ ചോദിച്ചു. വരുന്നില്ലേന്നോ? ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് വരാനിരിക്കുന്നത്. എനിക്ക് കൈനീട്ടം വേണം. അല്ല, ഇവിടെ നിങ്ങളുടെ വായന ക്ലബിലെ എല്ലാവരും ഉണ്ടല്ലോ. ചന്തു അമ്പലത്തിന് എതിർവശത്തായി കാണുന്ന നെൽപ്പാടത്ത് നിൽക്കുന്ന വായന ക്ലബിലെ ആളുകളെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. വിഷുവേലയാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തുടങ്ങും. കൊട്ടുകാരും കാളയും ഒക്കെ ഉണ്ടാകും. ആദ്യം ഇവിടെ നിന്ന് കാളയെ കൊണ്ട് പുറപ്പെടും. എന്നിട്ട് നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകും. അവിടെ 2 ദിവസം കഴിഞ്ഞാൽ പൂരമല്ലേ. അതുകൊണ്ട് അവിടെ പോയി ഭഗവതിയെ ഒന്ന് ദർശിച്ചിട്ട് പിന്നെ വേലയ്ക്കിറങ്ങും. പിന്നെ റോഡിൽ കൂടെ നടന്ന് കുറച്ചു നേരം കൊട്ടിക്കൊണ്ട് നിൽക്കും. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ മുന്നിലുണ്ടാവോ? അവൻ പറഞ്ഞത് കേട്ട് അവൾ ആവേശത്തോടെ ചോദിച്ചു. അവിടെയും കുറച്ചു നേരം കൊട്ടിയിട്ട് പിന്നെ വായനശാലയിൽ പോകും. പിന്നെ തിരിച്ച് ഇവിടെ വന്ന് അവസാനിപ്പിക്കും. അവൻ പറഞ്ഞത് കേട്ട് അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. വിഷു ആയിട്ട് അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ണി ചോദിച്ചു. വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം വേണിയും വീണയും വന്നിട്ടുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും വരുമെന്നറിയില്ല. ഇന്ന് എന്തായാലും അങ്ങനെ ഒരു വരവുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓമന വല്യമ്മ മക്കളെയും കൂട്ടി ഏട്ടന്റെ അടുത്തേക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ പോയി എന്നൊക്കെ കേട്ടു. ജിത്തു ഏട്ടനെ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോകാൻ ഒക്കെ നോക്കി. പൂരമല്ലേ വരാൻ പോകുന്നത്, അതിന്റെ തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. പിന്നെ പൂരത്തിനാണ് വരാൻ സാധ്യത കൂടുതൽ. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയതല്ലേ. ബിസിനസ് പാർട്ട്നേഴ്സിനെ ക്ഷണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വാമനൂർ തറവാട്ടിലെ സോമന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൂരത്തിന് എല്ലാ മരണങ്ങളും ഒരുമിച്ച് കൂടുമെന്ന്. അവൾ പറഞ്ഞു നിർത്തിയതും ഉണ്ണി പുച്ഛത്തോടെ പറഞ്ഞു. അതിനവളൊന്ന് മൂളി. കഴിഞ്ഞ കൊല്ലത്തെ പോലെ വല്ലതും ഉണ്ടായാൽ നീ അങ്ങോട്ട് വന്നേക്ക്. അല്ലെങ്കിൽ വേണ്ട, അവര് വരുന്നതിന് മുന്നേ തന്നെ നീ അങ്ങോട്ട് വന്നേക്ക്. രാവിലത്തെ ഭക്ഷണമൊക്കെ എന്റെ വീട്ടിൽ നിന്ന് കഴിക്കാം. പിന്നെ വൈകിട്ട് പൂരം കാണാൻ പോയാൽ മതി. അതിനവളൊന്ന് മൂളിയതേ ഉള്ളൂ. എന്നാൽ ഞാൻ ചെല്ലട്ടെ?
അല്പസമയം കൂടി കഴിഞ്ഞതും അവൾ പോകാനായി എഴുന്നേറ്റു. നീ ഇരിക്കവിടെ. എഴുന്നേക്കാൻ പോയ ചന്തുവിനെ ഉണ്ണി അവിടെ പിടിച്ചിരുത്തി. നീ രാവിലത്തെ ഭക്ഷണം കഴിച്ചോ? ഇല്ല. അവൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. എന്തായാലും കൈനീട്ടം വാങ്ങാൻ അങ്ങോട്ട് വരുവല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ഏയ് അത് വേണ്ട, ഇനി ഗൗരിയമ്മയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ? അവൻ പറഞ്ഞത് കേട്ട് അവൾ പറഞ്ഞു. നിനക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടമ്മ. അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് ചെറിയൊരു പതർച്ചയോടെ പറഞ്ഞുകൊണ്ട് ഉണ്ണി ഒരു ഇലപ്പൊതി എടുത്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു തുറന്നു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. മുല്ലപ്പൂ? അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാ. നീ ഇന്ന് വീട്ടിലോട്ട് വരുമെന്നറിയാം, അപ്പൊ തരാമെന്നാ വിചാരിച്ചത്. പിന്നെ നിന്നെ ഇവിടെ കണ്ടപ്പോൾ ഇപ്പോൾ തന്നെ തരാമെന്ന് വിചാരിച്ചു. വെച്ചോ. അതും പറഞ്ഞുകൊണ്ട് അവൻ ആ മുല്ലപ്പൂ അവളുടെ നേർക്ക് നീട്ടി. ചന്തു അതെടുത്ത് മുടിയിൽ വെക്കാൻ നോക്കിയെങ്കിലും അത് നേരെ വെക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇങ്ങതാ, ഞാൻ വെച്ചു തരാം. അവൾക്കത് വെക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടതും അവൻ അവളുടെ കയ്യിൽ നിന്നും ആ പൂ വാങ്ങി അവളുടെ മുടി ഭംഗിയിൽ വെച്ചു കൊടുത്തു. ഇത്രയും വലുതായിട്ട് നിനക്കൊരു മുല്ലപ്പൂ വെക്കാൻ പോലും അറിയില്ലേ ചന്തു? പൂ വയ്ക്കുന്നതിനിടയിൽ അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അങ്ങനെ മുല്ലപ്പൂ വെക്കുന്ന കൂട്ടത്തിലല്ല. അവന്റെ കളിയാക്കൽ ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ കെറുകോടെ പറഞ്ഞു. അറിയാം, പക്ഷെ നിന്റെ ഈ നീളമുള്ള മുടിക്ക് ഈ മുല്ലപ്പൂ വെച്ച നല്ല ഭംഗിയാ. അവൻ പറഞ്ഞു. ഉണ്ണേട്ടന് ഇഷ്ടമാണോ ഇങ്ങനെ മുല്ലപ്പൂ വെക്കുന്നത്? അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി ചോദിച്ചു. പണ്ട് അമ്മ ഇതേപോലെ മുടിയെ മുല്ലപ്പൂ വെച്ച് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. നിന്റെ മുടിയിലും അതേപോലെ കാണുമ്പോൾ ഒരു രസം. ഉണ്ണി പറഞ്ഞു. എന്നാ ഞാൻ പോട്ടെ, ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചു നേരമായി. മാളി ചേച്ചി കാത്തു നിൽക്കുന്നുണ്ടാവും. ശരി, പൊയ്ക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. ചന്തു ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു. അവൾ പോകുന്നത് നോക്കി ഉണ്ണി അവിടെ തന്നെ നിന്നു. പെട്ടെന്നാണ് കുളപ്പടവിൽ അവളുടെ ഒരു പാദസരം കിടക്കുന്നത് അവൻ കാണുന്നത്. ഒരു പാദസരം നഷ്ടപ്പെട്ടു പോയ കാര്യമൊന്നും ചന്തു അറിഞ്ഞിട്ടില്ലായിരുന്നു. ഉണ്ണി ആ പാദസരം എടുത്ത് തന്റെ പോക്കറ്റിൽ വെച്ചു. ശേഷം ഒരു പുഞ്ചിരിയോടെ അവൾ മുകളിലേക്കുള്ള പടവുകൾ കയറുകയായിരുന്നു. അതേസമയം പാടത്തെ വരമ്പത്തുകൂടെ നടക്കുകയായിരുന്നു ചന്തുവും മാളും. ഉണ്ണിയുടെ പേരും പറഞ്ഞ് മാള് ചന്തുവിനെ നന്നായി കളിയാക്കി കൊല്ലുന്നുണ്ട്. എന്നാൽ ചന്തു അതൊക്കെ നന്നായി ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് അവർ ഉണ്ണിയുടെ വീട്ടിലെത്തി. ആദ്യം തന്നെ ഗൗരി അവർക്ക് രണ്ടുപേർക്കും കൈനീട്ടം നൽകി. ശേഷം അവർക്ക് കഴിക്കാനായി ഇലയട കൊടുത്തു. അമ്മായി, ഉണ്ണിയേട്ടൻ കഴിച്ചോ? ചന്തു ചോദിച്ചു. അവൻ കഴിച്ചിട്ടാ പോയെ, ഗൗരി പറഞ്ഞു. കഴിച്ചു കഴിഞ്ഞ് 3 പേരും കൂടി ഉമ്മറത്തിരിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ അങ്ങോട്ട് വന്നത്. ഒരു കത്തുണ്ട്, പോസ്റ്റ്മാൻ പറഞ്ഞുകൊണ്ട് ഒരു കത്തെടുത്ത് ഗൗരിയുടെ നേർക്ക് നീട്ടി. ഗൗരി അത് വാങ്ങി. ആർക്കാ അമ്മായി കത്ത്? അയാൾ പോയതും ചന്തു ചോദിച്ചു. ഉണ്ണിക്ക, മോൾ ഇത് അവന്റെ മുറിയിൽ കൊണ്ടുപോയി ഒന്ന് വെക്കാമോ? പിന്നെന്താ? ഗൗരി പറഞ്ഞതും അവൾ വേഗം ആ കത്തും വാങ്ങി ഉണ്ണിയുടെ മുറിയിലേക്ക് പോയി. അവന്റെ മുറിയിൽ കയറി കത്ത് മേശപ്പുറത്ത് വെച്ച് തിരിയുമ്പോഴാണ് വാതിലടച്ച് ഉണ്ണി ഉള്ളിലേക്ക് വന്നത്. ഒരു നിമിഷം അവനെ അവിടെ കണ്ടപ്പോൾ അവളൊന്ന് പതറി. അതിന് കാരണം ആ മുറിയിൽ ഇപ്പോൾ അവനും അവളും മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു. ഉണ്ണി ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. അത് ഞാൻ ഈ കത്ത് കൊണ്ടുവന്ന് വെക്കാൻ. കൈനീട്ടം വേണ്ടേ? അവൾ പറഞ്ഞു തീരും മുന്നേ അവന്റെ ചോദ്യം. അതിനവളൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. ഉണ്ണി അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു 50 രൂപ എടുത്ത് ചന്തുവിന് കൊടുത്തു. ചന്തു കൈനീട്ടം വാങ്ങിക്കൊണ്ട് അവന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. അവൻ അവളെ പിടിച്ചുയർത്തി. എനിക്കിതാണ് ഇഷ്ടമല്ലാത്തത്, ഈ അനുഗ്രഹം വാങ്ങിക്കുന്ന പരിപാടി. അത് കേട്ട് ചന്തു ഒന്ന് ചിരിച്ചുകൊണ്ട് പോകാനിറങ്ങി. ചന്തു, എന്താ ഉണ്ണിയേട്ടാ? പെട്ടെന്ന് അവൻ വിളിച്ചത് കേട്ട് അവൾ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഇങ്ങോട്ട് വാ. അവൻ കൈകാട്ടി വിളിച്ചതും ചന്തു ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്തെങ്കിലും മറന്നോ? അവൻ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല. ഒന്ന് ആലോചിച്ചു നോക്കിയേ. അവൻ വീണ്ടും പറഞ്ഞത് അവൾ ആലോചിക്കുന്നത് പോലെ നിന്നു. ഇല്ല, ഞാനൊന്നും മറന്നിട്ടില്ല. എന്താ ഉണ്ണിയേട്ടാ? ഉറപ്പാണല്ലോ? അതെ ഉണ്ണിയേട്ടാ. അവൻ വീണ്ടും ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. എന്നാൽ ഇവിടെ ഇരിക്കേ. അതും പറഞ്ഞുകൊണ്ട് ഉണ്ണി ചന്തുവിനെ പിടിച്ച് ബെഡിലിരുത്തി. എന്നിട്ട് അവൻ അവളുടെ മുന്നിലായി മുട്ടുകുത്തിയിരുന്നു. ചന്തു അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ അവനെ തന്നെ നോക്കിയിരുന്നു. ഉണ്ണി അവന്റെ പോക്കറ്റിൽ നിന്നും അവളുടെ പാദസരം കയ്യിലെടുത്തു. അയ്യോ, ഇത് എന്റെ അല്ലേ? ഇതെങ്ങനെ ഉണ്ണിയേട്ടന്റെ കയ്യിൽ വന്നു? ചന്തു തന്റെ കാലിലേക്ക് നോക്കിയ ശേഷം അവന്റെ കയ്യിലിരിക്കുന്ന തന്റെ പാദസരത്തിലേക്ക് നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ പറഞ്ഞു. നീ കുളത്തിൽ നിന്ന് പോകുമ്പോൾ അവിടെ വീണുപോയതാ. അതും പറഞ്ഞ് അവൻ അവളുടെ കാല് പിടിച്ച് തന്റെ മുട്ടുകാലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ആ പാദസരം ഇട്ടുകൊടുത്തു. കണ്ണ് ലൂസായതുകൊണ്ടാ പാദസരം ഊരിപ്പോയത്. അതും പറഞ്ഞ് ചന്തുവിന്റെ പാദസരം അവൻ പല്ല് വെച്ച് കടിച്ചിറുക്കി. അവന്റെ പ്രവൃത്തി ഒരു നിമിഷം അവളിൽ ഒരു ഞെട്ടലുളവാക്കി. കണ്ണി ഇറുക്കുമ്പോൾ ഉണ്ണിയുടെ ചുണ്ടുകൾ അവളുടെ കാലിൽ പതിഞ്ഞു. ആ നിമിഷം ചന്തുവിന്റെ നെഞ്ചൊന്ന് കനത്തു. അവളുടെ കൈകൾ ബെഡിൽ മുറുകി. തന്റെ ചുണ്ടുകൾ അവളുടെ കാലിൽ പതിഞ്ഞതറിഞ്ഞ് അവൻ അവളെ മുഖമുയർത്തി നോക്കി. ആ നിമിഷം ചന്തുവിനെ കണ്ണുകളും അവനെ തേടിയെത്തി. ചന്തു പതിയെ എഴുന്നേറ്റ് നിന്നു. ഉണ്ണിയും നിലത്ത് നിന്ന് എഴുന്നേറ്റു. പരസ്പരം അവർ നോക്കി നിന്നു. പെട്ടെന്ന് അവന്റെ നോട്ടം താങ്ങാനാകാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ ചന്തുവിനെ അവൻ തടഞ്ഞു. അവൾ അവനെ നോക്കിയതും അവൻ ഒന്നുകൂടി അവളിലേക്ക് അടുത്തു നിന്നു.
ഉണ്ണിയുടെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് നീങ്ങി. ചെറുതായി വിറയ്ക്കുന്ന അവളുടെ ചുവന്ന അധരങ്ങൾ അവനിൽ കൗതുകമുയർത്തി. ഉണ്ണി അവളെ ചുവരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളോട് ചേർന്ന് നിന്നു. ആ നിമിഷം ഇരുവർക്കുമിടയിൽ ഒരു ചെറിയ അകലം പോലും ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ഇരു കൈകൊണ്ടും അവളുടെ കവളിൽ ചേർത്ത് പിടിച്ചു. ചന്തുവിന്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. അവൻ തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ പതിയെ ഒന്ന് തലോടി. ശേഷം വലം കൈ കൊണ്ട് അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുയർത്തി. ചന്തുവിന്റെ കാലുകൾ ഉയർന്നു പൊങ്ങി. അവന്റെ മുഖം അവളിലേക്ക് അടുത്തു. അവന്റെ ശ്വാസം അവളിൽ തട്ടി. ചന്തുവിന്റെ കൈ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവളുടെ നെഞ്ച് ഉയർന്നു പൊങ്ങി. അവന്റെ കണ്ണുകൾ അടഞ്ഞു. ഉണ്ണി ചന്തുവിന്റെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ട് ചേർത്തു. തന്റെ ചുണ്ടിൽ അവന്റെ ചുണ്ടിന്റെ തണുപ്പ് അവൾ അറിഞ്ഞു. അവളുടെ കൈ അവന്റെ ഷർട്ടിൽ ഒന്നുകൂടി മുറുകി. അവന്റെ ചുണ്ട് അവളിൽ പതിയെ ആഴ്ന്നു. ചന്തു അവൾ പോലും അറിയാതെ അവന്റെ ചുണ്ടുകൾ മെല്ലെ നുകർന്നു. ആദ്യമായി പരസ്പരം അറിയുന്ന ചുംബനം. ചന്തു! പെട്ടെന്ന് ദൂരെ നിന്നും മാളുവിന്റെ വിളി കേട്ടതും അവർ ഇരുവരും ഞെട്ടി അകന്നു മാറി. ആ നിമിഷമാണ് അവർ സുബോധത്തിലേക്ക് തിരിച്ചു വന്നത്. ചന്തു കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഉണ്ണി അവളെ തന്നെ നോക്കി നിന്നു. ആ, നിങ്ങൾ ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന മാളു ചോദിച്ചു. ഞങ്ങൾ താഴേക്ക് വരാനിരിക്കുകയായിരുന്നു, ചന്തു പതർച്ചയോടെ പറഞ്ഞു. എന്തായിരുന്നു ഇത്ര സംസാരം? മാളു ചന്തുവിനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല, ഉണ്ണിയേട്ടൻ പറയായിരുന്നു പൂരത്തിന് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. കഴിഞ്ഞ 2 കൊല്ലത്തെയും പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്നാ ഉണ്ണിയേട്ടന്റെ സംശയം. ഉണ്ണിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ചന്തു പറഞ്ഞു. ഉണ്ണി ചുണ്ടിൽ ഒളിപ്പിച്ച പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ, അത് ശരിയാ. നിന്റെ വല്യച്ഛൻ പുതിയ ബിസിനസ് തുടങ്ങിയ സ്ഥിതിക്ക് അവരെന്തായാലും ഈ പൂരത്തിന് വരുമല്ലോ. അപ്പൊ നിനക്കെന്തായാലും പണി പ്രതീക്ഷിക്കാം, മാളു പറഞ്ഞു. പൂരത്തിന് എന്തായാലും പ്രശ്നമുണ്ടാകുമെന്ന് എനിക്കറിയാം. അത് പിന്നെ ഒരു വഴിപാട് പോലെയാണല്ലോ. മിനിക്കും ഭാർഗവനൊപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്ത പുതിയ 2 അവതാരങ്ങൾ കൂടി ഉണ്ടാവും. പിന്നെ ഏക ആശ്വാസം, വേണയും വീണയും അന്നത്തെ കാര്യത്തിന് ലതാമേടം പേടിപ്പിച്ച് നിർത്തിയതുകൊണ്ട് അവരെ കൊണ്ട് യാതൊരു ശല്യവും ഉണ്ടാകില്ല. ഏത് കാര്യത്തിന്? ഒരു ഫ്ലോയിൽ ചന്തു അങ്ങ് പറഞ്ഞു പോയപ്പോഴാണ് ഉണ്ണി സംശയത്തോടെ ചോദിക്കുന്നത്. അപ്പോഴാണ് താൻ എന്താ പറഞ്ഞതെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. അത് അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി. എന്താ മാളു, എന്താ അവള് പറഞ്ഞത്? എനിക്കറിയില്ല ഉണ്ണിയേട്ടാ, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, മാളു കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു. ചന്തു, മര്യാദയ്ക്ക് സത്യം എന്താണെന്ന് പറഞ്ഞോ, പറയാതെ നീ ഇവിടുന്ന് പോകില്ല, ഉണ്ണി അവളെ നോക്കി അവസാനമായി പറഞ്ഞു. ഇനി പറയാതെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചന്തു വേണിയും വീണയും പല്ലവിയുടെ സഹായത്തോടെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായി മോർഫ് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തനിക്ക് അയച്ചതിനെ പറ്റിയും അത് ലതാമേടം കണ്ടതും അതിന്റെ പേര് ലതാമേടവും ധ്രുവ് സാറും കൂടെ അവരെ 2 പേരെയും പേടിപ്പിച്ച് നിർത്തിയതും ഒക്കെ പറഞ്ഞു. അത് കേട്ട് മാള് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. എന്നിട്ട് ഈ കാര്യം ഇപ്പോഴാണോ നീ പറയുന്നേ? അത് നടന്നിട്ട് എത്ര മാസമായി ഇപ്പോൾ? ഉണ്ണി അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. ചന്തു, എല്ലാ കാര്യവും ഞങ്ങളോട് നീ തുറന്നു പറയാറുള്ളതല്ലേ, എന്തുകൊണ്ട് നീ ഇത് പറഞ്ഞില്ല? മാളു അവളോട് ചോദിച്ചു. അത് അന്നത്തെ ഒരു അവസ്ഥയിൽ എന്നെ കാണാതായ സംഭവത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ കൂടെ ഇതുകൂടി വേണ്ട എന്ന് വിചാരിച്ചു, ചന്തു മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഈ കാര്യം മാമനൂരിൽ ആർക്കും അറിയില്ലേ? ഇല്ല, ഈ പ്രശ്നം ഞങ്ങൾ 6 പേർക്ക് മാത്രമേ അറിയൂ. അത് കേട്ടതും ഉണ്ണി ദേഷ്യത്തോടെ അവളെ നോക്കി. നിനക്കെന്താ വിവരമില്ലേ ചന്തു? ഇന്ന് അവര് നിനക്കെതിരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇതിനപ്പുറം ചെയ്യും. അന്ന് ദുഃഖിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് നീ എല്ലാവരോടും പറയണമായിരുന്നു. എന്തായാലും ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കളിച്ച് ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങി. ഇത് അറിയിക്കേണ്ടവരെ ഞാൻ അറിയിക്കും. വിഷ്ണുജിത്തിനെ വിളിച്ച് അവന്റെ പെങ്ങന്മാരുടെ സ്വഭാവം എന്താണെന്ന് അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. വാശിയോടെ അതും പറഞ്ഞുകൊണ്ട് ഉണ്ണി താഴേക്ക് പോയി. ഉണ്ണിയേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കോണിപ്പടിയിലൂടെ വേഗത്തിൽ ഇറങ്ങി വരുന്ന ഉണ്ണിയുടെ പിന്നാലെ അവനെ വിളിച്ചുകൊണ്ട് വരുന്ന ചന്തു, അവളുടെ പിന്നാലെ വരുന്ന മാളുവിനെയുമാണ് ഹാളിൽ ഇരിക്കുന്ന മനുവും ഗൗരിയും കാണുന്നത്. മനു, നിന്റെ കയ്യിൽ ആ വിഷ്ണുജിത്തിന്റെ നമ്പർ ഇല്ലേ? വേഗം താ. നിനക്കെന്തിനാ അവന്റെ നമ്പർ? ഉണ്ണിയുടെ ദേഷ്യത്തോടെയുള്ള മുഖവും അവന്റെ ചോദ്യം കേട്ടതും മനു സംശയത്തോടെ ചോദിച്ചു. എന്നോട് മറുചോദ്യം ചോദിക്കാനല്ല നിന്നോട് പറഞ്ഞത്, അവന്റെ നമ്പർ തരാനാണ്, ഉണ്ണി അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ മോളെ കാര്യം? കാര്യം എന്തെന്ന് അറിയാതെ ഗൗരി ചോദിച്ചപ്പോൾ മാളു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്റെ ഈശ്വര! എല്ലാം കേട്ടതും ഗൗരി അറിയാതെ ഭഗവാനെ വിളിച്ചു പോയി. ഈ കുട്ടികളുടെ പോക്കിത് എങ്ങോട്ടാ? നാശത്തിലോട്ട്, അല്ലാതെന്താ. മനു, നീ അവന്റെ നമ്പർ താ. ഗൗരി പറഞ്ഞു കേട്ട് ഉണ്ണി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം വീണ്ടും മനുവിന് നേർക്ക് തിരിഞ്ഞു. ഉണ്ണിയേട്ടാ, ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. ഇപ്പോൾ ഉണ്ണിയേട്ടെ ഇത് വിളിച്ച് പറഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അച്ഛമ്മയെ അറിയാലോ, ഇങ്ങനെ ഒരു കാര്യം അവർ ചെയ്തു എന്നറിഞ്ഞാൽ വേണിയും വീണയും മുന്നും പിന്നും നോക്കാതെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ചിത്തുവേട്ടൻ അവരെ പിന്നെ വെച്ചേക്കില്ല. അല്ലെങ്കിൽ പുതിയ ബിസിനസ് കാരണം വല്യച്ഛന് സമാധാനമില്ല. അതിനിടെ ഓമന വല്യമ്മയുടെ ഓരോ മനസമാധാനം കൊടുക്കാത്ത പ്രവൃത്തികളും പറച്ചിലും, അതിന്റെ കൂടെ അവര് ചെയ്ത പ്രവൃത്തി കേട്ട് വല്യച്ഛന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ എനിക്ക് സമാധാനം കിട്ടില്ല. അവൾ അവനെ നോക്കി ദയനീയതയോടെ പറഞ്ഞു. അതിന് നിനക്കെന്തിനാ സമാധാനക്കേടുണ്ടാകുന്നത്? വല്യച്ഛൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ എനിക്കത് സഹിക്കില്ല ഉണ്ണിയേട്ടാ. ആ വീട്ടിൽ എനിക്ക് അച്ഛന്റെ സ്നേഹം തരാൻ ആ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടി ഇല്ലാതായാൽ എനിക്ക് സഹിക്കില്ല.
മകന്റെ അവസ്ഥ കണ്ട് ഒരിക്കലും അച്ചമ്മയ്ക്ക് വേവലാതി ഇല്ലാതെ കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് കണ്ടു വേണ്ടേ ഞാൻ അവിടെ ജീവിക്കാൻ? ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ പഠിത്തം മുടങ്ങാൻ ഞാനാണ് കാരണക്കാരിയെന്ന് ഓമന വല്യമ്മ പറയും. അവരുടെ മക്കളുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞ് നടക്കും. ആരും അതിന്റെ നെല്ലും പതിരും ഒന്നും അന്വേഷിക്കില്ല. കേട്ടതെന്തോ അത് അതുപോലെ അങ്ങ് വിഴുങ്ങുകയേ ഉള്ളൂ. ഇത്രയും കാലവും ഞാൻ ഒരു തെറ്റും ചെയ്യാതെ തന്നെ കുറ്റങ്ങളും പഴികളും കേട്ടു. ഇനിയും വയ്യ. ഇപ്പോൾ സമാധാനത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന വീടിന്റെ അന്തരീക്ഷം മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ണിയേട്ട ഇപ്പോൾ ഇതൊരു പ്രശ്നമാക്കരുത്. ഉണ്ണിയേട്ടൻ പ്രശ്നമാക്കുമെന്ന പേടി കൊണ്ടാ ഞാനിത് മറച്ചു വെച്ചത്. മാളി ചേച്ചി അറിഞ്ഞാൽ ഉണ്ണിയേട്ടനോട് പറയുമെന്ന് എനിക്കറിയാം. കാരണം ആ പ്രവൃത്തിയുടെ തെറ്റിന്റെ ആഴം എത്രയാണെന്ന് എനിക്കറിയാം. ചന്തു പറയുന്നത് കേട്ട് ഉണ്ണി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. എന്ത് വിശ്വസിച്ച ചന്തു ഇനി നിന്നെ ഞാൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുക? ഇനിയും അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവില്ലേ? ഉണ്ണി നിസ്സഹായനായി ചോദിച്ചു. ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി തന്നെ അന്ന് ഞാൻ അതിന് തടമിട്ടിരുന്നു. ലതാ മേഡത്തെയും ധ്രുവസാറിനെയും പേടിച്ച് ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഇനി എന്തെങ്കിലും ചെയ്താൽ ബാക്കി അവരുടെ ജീവിതം ജയിലിലാകുമെന്ന് അവർക്ക് നല്ല പേടിയുണ്ട്. ഞാൻ വന്ന് ഇത്രയും ദിവസമായിട്ടും എന്നെ നേരെ സംസാരിക്കാൻ പോലും അവർക്ക് പേടിയുണ്ട്. ചന്തു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്നാലും മോളെ, നീ ഇത് എത്ര കാലം ഇത് മറച്ചു വെക്കും? എന്നെങ്കിലും ഒരിക്കൽ ഈ കാര്യം പുറത്തു വരില്ലേ? മനുവിന്റെ ചോദ്യത്തിന് ചന്തുവിന്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു. അന്ന് പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ ചന്തു തറവാട്ടിലേക്ക് പോയി. തറവാട്ടിലെത്തിയ ചന്തു ഹാളിലിരിക്കുന്ന പല്ലവിയെയും വേണിയെയും വീണയും കണ്ടു. അത്രയും നേരം ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നവർ ചന്തുവിനെ കണ്ടതും മിണ്ടാതിരുന്നു. അത് കണ്ടതും അവരെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി.